ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് അജു കൃഷ്ണ. ഇന്ന് നമുക്ക് ഒരു കഥ കേട്ടാലോ? ഒരു രാത്രിയിൽ കാണുന്ന വർഷങ്ങളിലെ കഥ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഇൻസെക്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ കേട്ടാൽ നമുക്ക് മൈൻഡ് ബ്ലോൺ ആവും. മഴ പെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിന് ചുറ്റും കൂട്ടം കൂട്ടായി പറക്കുന്ന ഈയലിനെ കണ്ടിട്ടില്ലേ? അതെ, ആ ഈയലെന്ന് പറയുന്നത് ആക്ച്വലി വിംഗിൾ ടെർമൈറ്റ് ആണ്. ഇത് ഒരു നോർമൽ ഇൻസെക്റ്റ് അല്ല, ഫ്യൂച്ചർ കിങ് ആൻഡ് ക്വീൻ ആണ്. അതായത് ഓരോ ഈയലും ഒരു പുതിയ കോളനിയുടെ തുടക്കമാണ്. നമുക്ക് തോന്നും ഇവ ഇപ്പോൾ പിറന്നതാണെന്ന്, പക്ഷേ ട്രൂത്ത് എന്താണെന്നറിയാമോ? ഇവ 2 മുതൽ 5 വർഷം വരെ മണ്ണിനടി ജീവിച്ചവരാണ്. എഗ്ഗായി തുടങ്ങും, നിമ്പായി വളരും, വർക്കർ അല്ലെങ്കിൽ സോൾജറായി കോളനിയിൽ ജോലി ചെയ്യും. കോളനി മെച്യൂറായപ്പോൾ മാത്രമാണ് വിംഗിൾ ടെർമൈറ്റ് ആകുന്നത്. മഴ പെയ്ത് നിർത്തുമ്പോൾ മണ്ണ് സോഫ്റ്റ് ആവും, ഹ്യൂമിഡിറ്റി പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോഴാണ് അവ പുറത്തേക്ക് വരുന്നത്. ഇതാണ് സ്വാമിങ്. നമ്മുടെ നാട്ടിൽ ലൈറ്റ് കാണുമ്പോൾ എല്ലാം അവിടെ ക്രൗഡഡായി വരുന്നത് കണ്ടിട്ടില്ലേ? കാരണം ഇവ നാച്ചുറലായി മൂണിനെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇവയെ കൺഫ്യൂസ് ചെയ്യിക്കും. പക്ഷേ ഇവയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻറ്റും അതാണ്. കുറച്ച് നേരം പറക്കും, ഉടനെ വിങ് ഡ്രോപ്പ് ചെയ്യും, ഒരു പെയറായി ചേർന്ന് ന്യൂ കോളനി തുടങ്ങും. ഇവ ഹാംലെസ് പോലെ തോന്നും, ബൈറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ കോളനിയിൽ പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിലെ വുഡ്, ഫർണിച്ചർ, ഡോർസ്, ബുക്സ് എല്ലാം സ്ലോലി കണ്ടുവരുന്നത് ഇവന്മാരാ. കേരളത്തിൽ ചിലർ ഇതിനെ ഫ്രൈ ചെയ്ത് കഴിക്കും. ഹൈ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഒരു ലൈനിൽ പറഞ്ഞാൽ 2 മുതൽ 5 വർഷം വരെ മണ്ണിനടി ജീവിച്ച് ഒരു രാത്രി മാത്രം പറന്ന് പുതിയ ജീവിതം തുടങ്ങുന്ന ഇൻസെക്റ്റാണ് ഈയൽ. ഇനി നിങ്ങൾ ഈയലിനെ കാണുമ്പോൾ ഇതൊരു റാൻഡം ഇൻസെക്റ്റായിട്ട് കാണൂലല്ലോ, ഫ്യൂച്ചർ കിങ്ങോ ക്യൂനോ ആയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ യാത്ര പറയുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.